ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ടീച്ചറോട് ചോദിച്ചു. എന്താണ് സ്നേഹം? എന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. എന്നാൽ ഞാൻ നിനക്കൊരു ടാസ്ക് തരാം. ഗെയിമിന് റെഡിയാണോ എന്ന് ടീച്ചർ ചോദിച്ചു. അതേ എന്നവൾ തലയാട്ടി. നീ ചോളം കൃഷി ചെയ്യുന്ന വയലിലേക്ക് പോകുക. ഇതിൽ നിന്നും ഏറ്റവും വലിയ ചോളം തിരഞ്ഞെടുത്ത് എനിക്ക് കൊണ്ടുവരിക. ഗെയിമിന്റെ നിയമം ടീച്ചർ വിവരിച്ചു. വയലിൽ പ്രവേശിച്ചാൽ മുമ്പോട്ട് തന്നെ നടക്കുക, പിന്നോട്ട് തിരിഞ്ഞു നടക്കാൻ പാടില്ല. വിദ്യാർത്ഥി ആകാംക്ഷയോടെ സമ്മതിച്ചു. അവൾ വിശാലമായ കൃഷിപ്പാടത്തേക്ക് പോയി. അവൾ വയലിലേക്ക് പ്രവേശിച്ചപ്പോൾ കാറ്റിൽ മൃദുവായി ആടുന്ന സ്വർണ്ണമണികളുടെ തിളക്കമുള്ള ചോളം. ഇതൊരു വലിയ ചോളമാണെന്ന് അവൾക്ക് തോന്നി. ഒരുപക്ഷെ ഇതിലും വലിയ ചോളം മുമ്പോട്ടുണ്ടായിരിക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി. അങ്ങനെ അവൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ള ചോളം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ അവൾ വീണ്ടും മടിച്ചു നിന്നു. അടുത്തത് ഇതിലും വലുതാണെങ്കിലോ? അവൾ അത്ഭുതത്തോടെ നടത്തം തുടർന്നു. തികഞ്ഞ ചോളം കണ്ടെത്തുന്നതിൽ തന്റെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി വരിവരിയായി തിരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിരുന്നാലും പാഠത്തിന്റെ രണ്ടാം പകുതിയിലെത്തിയപ്പോൾ താൻ മുമ്പ് കണ്ടതുപോലെയുള്ള ആകർഷകമോ വലിപ്പമോ ഉള്ള കോൺ ഇനി അങ്ങോട്ടില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അവളുടെ ഹൃദയത്തിൽ പരിഭ്രാന്തി പടരാൻ തുടങ്ങി. എനിക്കെന്റെ അവസരം നഷ്ടമായോ? അവൾ ചിന്തിച്ചു. അവൾ തിടുക്കത്തിൽ ചുറ്റും നോക്കി. പക്ഷേ വളരെ വൈകിപ്പോയിരിക്കുന്നു. മുന്നോട്ട് തിരിയാൻ കഴിയാത്തത്രയും ദൂരം അവൾ പോയിരിക്കുന്നു. നിരാശയോടെ അവൾ ഒഴിഞ്ഞ കൈയോടെ ടീച്ചറെ അടുത്തേക്ക് മടങ്ങി. ടീച്ചർ അവളെ നോക്കി പറഞ്ഞു, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മുന്നിലുള്ളതിനേക്കാൾ മികച്ചതെന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയാറുണ്ട്. പക്ഷേ ആ പരിശ്രമത്തിൽ നമ്മുടെ മുന്നിലുള്ളതിനെ വിലമതിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകും. ഇതുതന്നെയാണ് സ്നേഹം എന്ന വികാരവും. ടീച്ചറുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. നിമിഷം ആലോചിച്ച ശേഷം ടീച്ചറോട് വീണ്ടും പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് കല്യാണം? അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ടീച്ചർ ചിരിച്ചു. ഈ ചോദ്യത്തിനും മറുപടിയുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ അതേ ടാസ്ക് തന്നെ തരാം. ഗെയിമിൽ ഒന്നുകൂടി പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? അതേ എന്നവൾ തലയാട്ടി. ഇനി മുമ്പുണ്ടായതുപോലെ തന്റെ തെറ്റ് ആവർത്തിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ വിദ്യാർത്ഥി ചോളപ്പാടത്തേക്ക് യാത്രയായി. ധാരാളം ചോളത്തണ്ടുകളുടെ നിരകളിലൂടെ നടക്കുമ്പോൾ അവൾ ധാരാളം വലിയ ചോളക്കതിരുകൾ കണ്ടു. ഓരോ തവണയും ശ്രദ്ധാപൂർവ്വം ആകാംക്ഷയോടെ നോക്കുന്നത് അവൾ നിർത്തി. ശേഷം ആദ്യം പാടത്ത് തനിക്കുണ്ടായ അനുഭവങ്ങൾ അവൾ ഓർത്തു. അധികം അത്യാഗ്രഹം കാണിക്കരുതെന്ന് അവൾ തീരുമാനിച്ചു. വയലിന്റെ മധ്യത്തിലെത്തിയപ്പോൾ ആരോഗ്യകരവും തൃപ്തികരവുമായി തോന്നിയ ഇടത്തരം വലിപ്പമുള്ള ചോളം അവൾ തിരഞ്ഞെടുത്തു. തന്റെ തിരഞ്ഞെടുപ്പിൽ സംതൃപ്തിയോടെ അവൾ ടീച്ചറുടെ അടുത്തേക്ക് മടങ്ങി. ടീച്ചർ തുടർന്നു. പക്വതയോടുകൂടി തനിക്കുണ്ടായ പഴയ അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിതയാത്രയിലുടനീളം വഴി തെളിയിക്കാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന മഹത്തായ തീരുമാനമാണ് വിവാഹം. ഏറ്റവും മികച്ചത് എന്നൊന്നില്ല. ഏതാണ് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക. കുറവുകളില്ലാത്ത മനുഷ്യനില്ല. അതിനാൽ ഏറ്റവും മികച്ചത് എന്നൊന്നില്ല. ഉള്ളപ്പോൾ അതിനെ വിലമതിക്കുന്നതാണ് സ്നേഹമെന്നും ആ സ്നേഹമെന്നും നിലനിർത്തുന്നതാണ് വിവാഹമെന്നും എന്നവൾ മനസ്സിലാക്കി. നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്താണോ അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. സ്റ്റോറി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.